നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം വിരാടപർവം കീചകവധം. കീചകൻ സുദേഷ്ണ രാജ്ഞിയുടെ സഹോദരനാണ്. അവനാണ് മത്സ്യരാജ്യത്തെ സർവ്വസൈന്യാധിപൻ. അവൻ യുദ്ധം ചെയ്യാൻ സമർത്ഥനാണ്. അവൻ്റെ യുദ്ധപാഠവും കൊണ്ടാണ് ശത്രുക്കൾ ആരും മത്സ്യരാജ്യത്തെ ആക്രമിക്കാത്തത്. അതുകൊണ്ട് വിരാടഭൂപന് അവനോട് ഇഷ്ടവും ബഹുമാനവും ഉണ്ട് എന്ന് മാത്രമല്ല, അവനെ ഭയവുമാണ്. അവൻ പറയുന്നതും ചെയ്യുന്നതും എന്തായാലും അതിനെ മറുത്ത് അദ്ദേഹം ഒന്നും പ്രവർത്തിക്കുകയില്ല. അവന് അന്തഃപുരത്തിലും വേണ്ട സ്വാധീനമുണ്ട്. സ്ത്രീലംബടനായ അവനെ അന്തഃപുരവാസികൾക്ക് ഭയമുണ്ടെങ്കിലും രാജ്ഞിയുടെ സഹോദരനായതുകൊണ്ടും രാജാവിൻ്റെ മേൽ അവന് അമിതമായ സ്വാധീനമുള്ളതുകൊണ്ടും അവൻ്റെ ഏതാഗ്രഹങ്ങൾക്കും അവരൊക്കെ വഴങ്ങിക്കൊടുക്കുമായിരുന്നു. അവൻ്റെ കണ്ണിൽപ്പെടാതെയാണ് ദ്രൗപദി ഇത്രയും നാൾ അന്തഃപുരത്തിൽ കഴിച്ചുകൂട്ടിയത്. ഒരു ദിവസം യാദൃച്ഛികമായി കീചകൻ സുദേഷ്ണയുടെ അടുത്ത് നിൽക്കുന്ന പാഞ്ചാലിയെ കണ്ടു. ഇത്രത്തോളം സൗന്ദര്യവതിയായ ഒരു തരുണിയെ താൻ അന്നുവരെ കണ്ടിരുന്നില്ല. അവൻ അവളുടെ വിശ്വവശ്യമായ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി. കീചകൻ മന്ദം അവളെ സമീപിച്ചു. അവളുടെ സൗന്ദര്യത്തെ വാനോളം പുകഴ്ത്തി. പരിചാരികയായി ജീവിതം വ്യർത്ഥമാക്കാതെ തന്നോട് ചേർന്ന് ജീവിച്ചാൽ താൻ അവളുടെ പരിചാരകനായിരിക്കാമെന്ന് അവൻ പറഞ്ഞു. തൻ്റെ അഭീഷ്ടത്തെ സാധിച്ചു തരണമെന്ന് അവൻ പാഞ്ചാലിയോട് അപേക്ഷിച്ചു. കീചകൻ്റെ വാക്കുകൾ പുച്ഛത്തോടെ അവഗണിച്ചുകൊണ്ട് പാഞ്ചാലി പറഞ്ഞു, അപരൻ്റെ ഭാര്യയിൽ നീ ഒരിക്കലും മനസ്സ് വെക്കരുത്. അക്കാര്യങ്ങളിൽ പ്രവേശിക്കാതിരിക്കുന്നതാണ് സൽപുരുഷന്മാരുടെ ലക്ഷണം. കിട്ടാത്ത വസ്തുവിൽ കൊതിക്കുന്ന പുരുഷൻ പാപിയാണ്. വ്യാമോഹത്തിൽ പെടുന്നവന് ദുഷ്കൃതി ഉണ്ടാകും. അതുകൊണ്ട് എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്കുക. അനുനയ വാക്കുകൾ കൊണ്ട് പാഞ്ചാലി വശംവദയാകുന്നില്ല എന്ന് കണ്ടപ്പോൾ കീചകൻ അടവ് മാറ്റി. തൻ്റെ സ്ഥാനമഹിമയും ശക്തിയും കഴിവുകളും എന്താണെന്ന് പ്രകടമാക്കിക്കൊണ്ട് പാഞ്ചാലിയെ ഭീഷണിപ്പെടുത്താനായി അവൻ്റെ ശ്രമം. തൻ്റെ ഇംഗിതത്തിന് വഴിപ്പെട്ടില്ലെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് വരെ സൂചിപ്പിച്ച് സംസാരിച്ചു. പാഞ്ചാലി ഇതൊന്നും കേട്ട് കുലുങ്ങിയില്ല. അവൾ പറഞ്ഞു, ഗന്ധർവന്മാരായ 5 പേർ എൻ്റെ ഭർത്താക്കന്മാരായിട്ടുണ്ട്. അവർ കോപിച്ചാൽ നിന്നെ കൊന്നുകളയും. അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിൽക്കുന്ന കുട്ടി ചന്ദ്രനെ പിടിക്കുവാൻ കൊതിക്കുന്നത് പോലെയാണ് നീ എന്നെ കിട്ടാൻ മോഹിക്കുന്നത്. ജീവിച്ചിരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ ദുർമോഹം ഉപേക്ഷിച്ചേക്കുക. സ്തുതിച്ചതുകൊണ്ടോ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടോ തനിക്ക് പാഞ്ചാലിയെ നേടാൻ കഴിയുകയില്ല എന്ന് കീചകന് ബോധ്യമായി. എന്നാൽ കാമവെറി പൂണ്ട അവൻ പാഞ്ചാലിയെ പ്രാപിക്കാതെ അടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടെ സഹോദരിയായ സുദേഷ്ണയെ സമീപിച്ചു. ഇനി സുദേഷ്ണയുടെ ചതി. മാലിനിയെ എപ്രകാരമെങ്കിലും തനിക്ക് വശംവദയാക്കി തന്നില്ലെങ്കിൽ താൻ ജീവിച്ചിരിക്കുകയില്ല എന്നുവരെ അവൻ നിലവിളിച്ചു കൊണ്ട് പറഞ്ഞു. തൻ്റെ സഹോദരൻ്റെ ദയനീയമായ നില കണ്ട് പരിതാപം തോന്നിയ രാജ്ഞി അവന് ഒരു ഉപായം ഉപദേശിച്ചു കൊടുത്തു. അടുത്ത വാവ് ദിവസം നീ മദ്യം തയ്യാറാക്കി വയ്ക്കുക. അത് വാങ്ങിക്കൊണ്ടുവരാനായി മാലിനിയെ നിന്റെ ഗൃഹത്തിലേക്ക് അയക്കാം. അപ്പോൾ അവളോട് ഇഷ്ടവാക്കുകൾ പറഞ്ഞ് നിന്റെ ആഗ്രഹം സാധിച്ചു കൊള്ളുക. കീചകൻ തൽക്കാലം സമാധാനപ്പെട്ടു. അവൻ ഗൃഹത്തിലേക്ക് മടങ്ങി. വാവ് ദിവസം സുദേഷ്ണ മാലിനിയോട് കീചഗ്രഹത്തിൽ പോയി മദ്യം വാങ്ങിക്കൊണ്ടുവരുവാൻ പറഞ്ഞു. കീചകൻ്റെ ആഗ്രഹപ്രകാരമാണ് രാജ്ഞി തന്നെ അയക്കുന്നത് എന്ന് അവൾ മനസ്സിലാക്കിയില്ല. എങ്കിലും മാലിനി പറഞ്ഞു, അല്ലയോ രാജ്ഞി, കീചകൻ മൂഢനാണ്, കാമാർത്തനാണ്. എന്നെ തരത്തിന് കയ്യിൽ കിട്ടിയാൽ നിശ്ചയമായും അവൻ അപമാനിക്കും. ഞാൻ അവൻ്റെ അടുത്തേക്ക് പോവുകയില്ല. അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. ഞാനല്ലേ അയക്കുന്നത്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഒരു സ്വർണ്ണപാത്രം എടുത്ത് മാലിനിയുടെ കയ്യിൽ കൊടുത്തിട്ട് രാജ്ഞി വീണ്ടും നിർബന്ധിച്ചു. ദൈവം തൻ്റെ രക്ഷ എന്ന് മനസ്സിൽ നിരൂപിച്ചുകൊണ്ട് പാഞ്ചാലി കീചകൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വിശേഷ തരത്തിലുള്ള വിരുന്നുമൊരുക്കി മാലിനിയെ കാത്തിരുന്ന കീചകൻ അവളെ ദൂരെ കണ്ട മാത്രയിൽ തന്നെ ചാടി എഴുന്നേറ്റ് വാതിൽക്കലേക്ക് ഓടി. പാഞ്ചാലി വാതിൽക്കൽ നിന്നുകൊണ്ട് മഹാരാജ്ഞിക്കുള്ള മദ്യം കൊണ്ടുപോകാനാണ് താൻ വന്നിരിക്കുന്നത് എന്നും അത് വേഗം തരണമെന്നും ആവശ്യപ്പെട്ടു. മദ്യം മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊടുത്തയച്ചു കൊള്ളാമെന്നും പാഞ്ചാലി വീട്ടിനുള്ളിലേക്ക് കയറി വരണമെന്നും കീചകൻ നിർദ്ദേശിച്ചു. അവൾ വീട്ടിനുള്ളിലേക്ക് കയറാൻ കൂട്ടാക്കിയില്ല. മാലിനിക്ക് വേണ്ടി പട്ടുവസ്ത്രങ്ങളും വിലയേറിയ രത്നങ്ങളും മറ്റും താൻ കരുതി വച്ചിരിക്കുന്നുവെന്നും അകത്ത് കയറി തന്നോടൊപ്പം ഇരുന്ന് അവയെല്ലാം അണിഞ്ഞ് ഉല്ലാസവതിയായി ആനന്ദിക്കണമെന്നും അവൻ നിർദ്ദേശിച്ചു. പാഞ്ചാലി പുച്ഛത്തോടെ അവനെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പാഞ്ചാലി അകത്തേക്ക് കയറുകയില്ലേ നിശ്ചയമായപ്പോൾ കീചകൻ അവൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് ദ്രൗപദിയെ പിടിക്കാൻ മുതിർന്നു. ഇത് പ്രതീക്ഷിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്ന ദ്രൗപദി അവളുടെ ശക്തി മുഴുവൻ സംഭരിച്ചുകൊണ്ട് കീചകനെ ആഞ്ഞു തള്ളി.
തള്ളുകൊണ്ട് വിരാടന്റെ സർവ്വസൈന്യാധിപൻ വേരറ്റ വൃക്ഷം പോലെ മലർന്നടിച്ചു വീണു. ഈ തക്കം നോക്കി പാഞ്ചാലി കൊട്ടാരത്തിലേക്ക് ഓടി. അവൾ കൊട്ടാരത്തിലെത്തി. നിലത്തു വീണ കീചകൻ പിടഞ്ഞെണീറ്റ് പാഞ്ചാലിയുടെ പിന്നാലെ ഓടിയെത്തി. അപ്പോഴേക്കും അവൾ രാജസന്നിധിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. രാജാവും യുധിഷ്ഠിരനും കൂടി ചൂതാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓടിക്കിതച്ച് രാജാവിൻ്റെയും യുധിഷ്ഠിരൻ്റെയും മുന്നിലെത്തിയ പാഞ്ചാലിയെ അവളെ പിന്തുടർന്നെത്തിയ കീചകൻ തലമുടിക്ക് പിടിച്ചു വലിച്ച് നിലത്തിട്ട് ചവിട്ടി. അവൾ നിലവിളിച്ചു. അവളുടെ ആർത്തനാദം കൊട്ടാരത്തിലാകെ മാറ്റൊലി കൊണ്ടു. ഇത് കേട്ട ഭീമൻ കയ്യിലിരുന്ന ചട്ടുകവുമായി അവിടെ ഓടിയെത്തി. അവൻ കോപത്തോടെ പല്ലെറിഞ്ഞു. ഇത് കണ്ട കീചകൻ പാഞ്ചാലിയെ കൂടുതലായി ഒന്നും ഉപദ്രവിച്ചില്ല. എങ്കിലും ഭീമൻ ക്രോധം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ മുറ്റത്തു നിന്നും വൃക്ഷത്തിന്മേൽ ദൃഷ്ടി പായിച്ചു. അത് പിഴുതെടുത്ത് കീചകനെ അടിക്കാനാണ് ഭീമന്റെ ഭാവം എന്ന് യുധിഷ്ഠിരന് മനസ്സിലായി. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തങ്ങളുടെ രഹസ്യം പുറത്താകുമെന്ന് ഭയന്ന യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു, എന്താ വല്ലവൻ മരത്തിന്മേൽ സൂക്ഷിച്ചു നോക്കുന്നത്? വിറകിൻ്റെ ആവശ്യത്തിനാണെങ്കിൽ പുറത്തുപോയി അത് അന്വേഷിക്കുന്നതാണ് നല്ലത്. ഭീമന് കാര്യം മനസ്സിലായി. അവൻ തൽക്കാലത്തേക്ക് അടങ്ങി. പാഞ്ചാലി കീചകന്റെ അനീതികളെപ്പറ്റി രാജാവിനോട് അവലാതിപ്പെട്ടു. എന്നാൽ കീചകനെ ഭയന്ന രാജാവ് മൗനമായിരുന്നതേ ഉള്ളൂ. ഇതെല്ലാം കണ്ടിരുന്ന ധർമ്മപുത്രർക്ക് കോപവും താപവും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഞെറ്റി ഉയർത്തു. അദ്ദേഹം എല്ലാം മടക്കിക്കൊണ്ട് പാഞ്ചാലിയോട് പറഞ്ഞു, മാലിനി, നീ തൽക്കാലം അന്തപുരത്തിലേക്ക് പോവുക. നിന്റെ ഗന്ധർവ ഭർത്താക്കന്മാർ ഇതെല്ലാം അറിയുന്നുണ്ട്. അവർ വേണ്ട സന്ദർഭത്തിൽ വേണ്ടത് ചെയ്യാതെ ഇരിക്കുകയില്ല. പാഞ്ചാലിയുടെ അവലാതികൾ കേട്ടുകൊണ്ട് അവിടെ നിന്നിരുന്നവരെല്ലാം കീചകനെ നിന്ദിക്കുകയും പാഞ്ചാലിയോട് അനുതാപം പ്രകടിപ്പിക്കുകയും ചെയ്തു. മാലിനി അന്തപുരത്തിലേക്ക് മടങ്ങി. നടന്ന കാര്യങ്ങളെല്ലാം രാജ്ഞിയെ അറിയിച്ചു. കീചകൻ കാണിച്ച വിവേകത്തിന് അവനെ വേണമെങ്കിൽ ശിക്ഷിക്കാമെന്ന് ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞൊഴിഞ്ഞതല്ലാതെ കാര്യമായി യാതൊരു വിധത്തിലുമുള്ള സഹതാപവും രാജ്ഞി ദ്രൗപദിയോട് കാണിച്ചില്ല. ഇനി മാലിനി വല്ലഭ കൂടിയാലോചന. സമയം അർദ്ധരാത്രിയായി. അരമനയിൽ എല്ലാവരും ഗാഠനിദ്രയിലായി. പാഞ്ചാലി പതുക്കെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. അവിടെ പതിവ് സ്ഥലത്ത് ഭീമൻ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. എക്കാലവും ഭീമനായിരുന്നു പാഞ്ചാലിക്ക് വിശ്വസ്തൻ. അവളുടെ ഏത് ആഗ്രഹവും അവൻ നിറവേറ്റി കൊടുക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അവൾ ശബ്ദമുണ്ടാക്കാതെ ഭീമന്റെ അടുത്തെത്തി. അവനെ കെട്ടിവരിഞ്ഞ് പുണർന്നു. ഞെട്ടി ഉണർന്ന ഭീമൻ അനവസരത്തിൽ ദ്രൗപദിയെ കണ്ടപ്പോൾ പരിഭ്രമിച്ചു. ദ്രൗപദി ചോദിച്ചു, ഭീമ, ഭവാൻ എന്താണ് ഈ മാതിരി ചത്തവിധത്തിൽ കിടന്നുറങ്ങുന്നത്? ഭവാൻ ചത്തിട്ടില്ലെങ്കിൽ ഭാര്യയെ ചവിട്ടിയ ദുർമതി ജീവിച്ചിരിക്കുമോ? ദ്രൗപദിയുടെ ചോദ്യം കേട്ട് ഭീമന്റെ മനസ്സ് പിടച്ചു. ദുഷ്ടനായ കീചകൻ പാഞ്ചാലിയെ അപമാനിക്കുന്നത് കണ്ട താൻ പിന്നീട് അതേപ്പറ്റി ഒന്നും ആലോചിക്കാതെ ഇരിക്കുന്നത് തെറ്റായി പോയി എന്ന് അവന് തോന്നി. അവൻ കുറ്റബോധത്തോടെ അവളോട് പറഞ്ഞു, പ്രിയേ, നിന്നെ കീചകൻ അപമാനിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൻ്റെ കഥ കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. എന്നാൽ നമ്മുടെ രഹസ്യം വെളിവാകും എന്ന ഭയത്താൽ ജ്യേഷ്ഠൻ എന്നെ നിയന്ത്രിച്ചതുകൊണ്ട് ഞാൻ അടങ്ങിയതാണ്. പക്ഷേ വാടിത്തളർന്നിരിക്കുന്ന നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ട കൃഷ്ണനെ, എന്തു ചെയ്യണമെന്ന് പറയൂ, അപ്രകാരം ചെയ്യാം. ദ്രൗപദി, ഭവാന്റെ ജ്യേഷ്ഠൻ എന്നും ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ചൂതുകളി ഭ്രമം കൊണ്ടല്ലേ നമുക്കെല്ലാം ഈ ഗതി വന്നത്. ചക്രവർത്തിയായി ഇന്ദ്രപ്രസ്ഥത്തിൽ വിരാജിച്ചിരുന്ന അദ്ദേഹം കങ്കനായി വിരാട രാജാവിനെ സേവിക്കുന്നത് കാണുമ്പോൾ എൻ്റെ നെഞ്ച് ഉരുകുകയാണ്. ശത്രുക്കൾ ഭയന്നു പറയ്ക്കുന്ന ഞാണോലി പുറപ്പെടുവിക്കുന്ന സവ്യസാചി ഇപ്പോൾ പാട്ടും നൃത്തവുമായി പെൺപിള്ളേരുടെ ഇടയിൽ ഷണ്ടനായി കഴിഞ്ഞുകൂടുന്നത് കാണുമ്പോൾ ഞാൻ ലജ്ജിച്ച് തലകുനിച്ചു പോകുന്നു. കോമള കുബേരന്മാരും പരാക്രമികളുമായ നകുല സഹദേവന്മാർ പശുക്കളുടെയും കുതിരകളുടെയും ചാണകഗന്ധമേറ്റ് തൊഴുത്തിൽ കഴിച്ചുകൂട്ടുന്നത് കാണുമ്പോൾ എൻ്റെ കണ്ണുകൾ ഏറനാകുന്നു. ഹേ പരന്തവ, രാജനന്ദിനിയായ എൻ്റെ ഇന്നത്തെ സ്ഥിതി എന്താണ്? ഞാൻ പരാക്രമശാലികളായ പാണ്ഡവന്മാരുടെ ധർമ്മപത്നിയാണ്. ധ്രുപദ രാജാവിൻ്റെ ഓമനപുത്രിയാണ്. എന്നിട്ടും ഞാൻ സൈരന്ധ്രി വേഷം കെട്ടി വിരാടരാജ്ഞിയെ കുളിപ്പിക്കുന്നു, അവളെ അലങ്കരിപ്പിക്കുന്നു, കുറിക്കൂട്ടുണ്ടാക്കുന്നു. അതിനുവേണ്ടി ചന്ദനം വരച്ച് എൻ്റെ കൈകൾ തഴമ്പിച്ചിരിക്കുന്നു. പൊട്ട ചൂതാട്ടക്കാരനായ ജ്യേഷ്ഠ ഭർത്താവ് ചെയ്ത കർമ്മം കൊണ്ടല്ലേ ഈ ദുഃഖമൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. യുധിഷ്ഠിരനെ ഭർത്താവായി ലഭിച്ച സ്ത്രീക്ക് ദുഃഖിക്കാനേ സന്ദർഭം ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹം കാണുകയല്ലേ കീചകൻ എന്നെ നിലത്തിട്ട് ചവിട്ടിയത്. ഞാൻ ഇനിയും ജീവിച്ചിരുന്നിട്ട് എന്താണ് ഫലം? ഇപ്രകാരം പറഞ്ഞ് വിലപിച്ച പാർഷദിയുടെ കരങ്ങൾ ഗ്രഹിച്ച് വാത്സല്യത്തോടെ തടവിക്കൊണ്ട് ഭീമൻ പറഞ്ഞു, ഓമനെ, നീ ക്രോധം ഉപേക്ഷിക്കുക. നീ ഇപ്പോൾ പറഞ്ഞത് ജ്യേഷ്ഠൻ അറിയാൻ ഇടയായാൽ അദ്ദേഹം ജീവൻ നശിപ്പിക്കും. നിന്റെ വാക്കുകൾ എൻ്റെ അനുജന്മാർ കേട്ടാൽ പിന്നെ ആരും ജീവിച്ചിരിക്കുകയില്ല. അവരെല്ലാം
പരമഗതി പ്രാപിച്ചാൽ പിന്നെ ഞാനെന്തിനു ജീവിച്ചിരിക്കണം? സാവിത്രിയുടെയും സീതയുടെയും മറ്റും കഥകൾ നിനക്ക് അറിവുള്ളതല്ലേ? നീയും അവരെപ്പോലെ സകല ഗുണങ്ങളും തികഞ്ഞവളാണ്. 13 വർഷം കഴിയാൻ ഇനി അല്പ ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അത്രയും കാലം കൂടി ക്ഷമിക്കുക. നീ വീണ്ടും രാജ്ഞിയായി ആനന്ദിക്കും. ദ്രൗപദി: നാഥ, ഞാൻ യുധിഷ്ഠിരനെ അധിക്ഷേപിക്കുകയായിരുന്നില്ല. എൻ്റെ ദുഃഖം താങ്ങാനാവാതെ പറഞ്ഞു പോയതാണ്. കീചകൻ എന്നെ വല്ലാതെ അലട്ടുന്നു. അവൻ ഇനിയും എന്നോട് അക്രമം കാണിക്കും. അവൻ ജീവിച്ചിരുന്നാൽ എനിക്ക് ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. ദ്രൗപദി പൊട്ടിക്കരഞ്ഞു. അവൾ ഭീമന്റെ മാറിൽ തലയാഴ്ചുകൊണ്ട് ഏങ്ങലടിച്ചു. വല്ലവന്റെ തന്ത്രം. ഭീമൻ ദ്രൗപദിയെ പുൽകി സാന്ത്വനവചനങ്ങൾ പറഞ്ഞു. ദ്രൗപദിയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഭീമൻ അമർഷത്തോടെ പറഞ്ഞു: നാളെ രാത്രി നീ കീചകനെയും പ്രതീക്ഷിച്ച് നാടകപ്പുരയിൽ കാത്തിരിക്കുമെന്ന് അവനെ അറിയിക്കുക. അവൻ നിശ്ചയമായിട്ടും അവിടെ എത്തും. അടുത്ത ദിവസത്തെ പ്രഭാതം കാണാൻ അവന് ഇടയാവുകയില്ല. നീ സമാധാനത്തോടുകൂടി പോവുക. പാഞ്ചാലി സമാധാന ചിത്തയായി അന്തപുരത്തിലേക്ക് മടങ്ങി. മറ്റുള്ളവരാരും അറിയാതെ അവളുടെ കിടക്കയിൽ വന്നു കിടന്നു. അവൾക്ക് അശേഷം ഉറങ്ങാൻ കഴിഞ്ഞില്ല. നേരം പുലരുന്നതും കാത്ത് അവൾ കഴിച്ചുകൂട്ടി. മാലിനിയെ കണ്ടതിന് ശേഷം കീചകൻ എല്ലാ ദിവസവും അന്തപുരത്തിൽ വരാറുണ്ട്. അന്നും മാലിനി അവൻ്റെ വരവ് കാത്തിരുന്നു. പതിവ് പോലെ അവൻ വന്നെത്തി. അവന് കാണാവുന്ന ഒരു സ്ഥലത്താണ് ദ്രൗപദി നിന്നിരുന്നത്. അവളെ കണ്ടയുടൻ തന്നെ ശൃംഗാരസ്ഥിതിയോടെ കീചകൻ അവളുടെ അടുത്തെത്തി. തലേ ദിവസം രാജാവിൻ്റെ മുന്നിൽ വെച്ച് താൻ അവളെ ചവിട്ടി. അത് കണ്ട രാജാവ് ഒന്നും മിണ്ടിയില്ല. അപ്പോൾ തൻ്റെ പദവി രാജാവിന് തുല്യമാണെന്ന് അവൾ ധരിച്ചു കാണണം. അങ്ങനെയുള്ള തൻ്റെ ഇംഗിതത്തിന് അവൾ വഴങ്ങാതെ ഇരിക്കുകയില്ല എന്നിങ്ങനെയുള്ള ചിന്തയോടെയാണ് കീചകൻ പാഞ്ചാലിയെ സമീപിച്ചത്. അവൻ പറഞ്ഞു: മാലിനി, എന്നെ ധിക്കരിച്ചാൽ അത് നിനക്ക് ആപത്തിനിടയാക്കും. എൻ്റെ ഇംഗിതത്തിന് വഴിപ്പെട്ടാൽ നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാം. നിനക്ക് എന്തു തരുന്നതിനും ഞാൻ തയ്യാറാണ്. നമുക്ക് ആനന്ദമായി ഒന്നുചേരണം. ഉള്ളിൽ വന്ന ക്രോധത്തെയും വെറുപ്പിനെയും പുറത്തു പ്രകടിപ്പിക്കാതെ അടക്കിക്കൊണ്ട് ഒരു കപട പുഞ്ചിരിയോടെ മാലിനി പറഞ്ഞു: ഞാൻ നിനക്ക് വിധേയയാവാം. എന്നാൽ അത് ആരും അറിയരുത്. ഇന്ന് രാത്രി നീ നാടകപ്പുരയിൽ വരിക. ഞാൻ അവിടെ നിന്നെ കാത്തിരിക്കും. പാഞ്ചാലിയുടെ മറുപടി കീചകന്റെ കർണങ്ങൾക്ക് പീയൂഷധാരയായിരുന്നു. അവൻ്റെ ഹൃദയം ആനന്ദസാഗരത്തിൽ ആറാടി. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ദ്രൗപദിയെ പ്രേമപൂർവ്വം കടാക്ഷിച്ചിട്ട് കീചകൻ തൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങി. കൊട്ടാരത്തിലെ നാടകപ്പുരയിലാണ് ബൃഹന്നള കുട്ടികളെ പാട്ടും നൃത്തവും പഠിപ്പിക്കുന്നത്. പകൽ മാത്രമേ അവിടെ ആളുണ്ടായിരിക്കുകയുള്ളൂ. രാത്രിയിൽ ഒഴിഞ്ഞുകിടക്കും, ആൾ സഞ്ചാരവും ഇല്ല. രാത്രിയായപ്പോൾ അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞ് ഭീമൻ നാടകപ്പുരയിലെത്തി. അവിടെ ഉണ്ടായിരുന്ന ഒരു കട്ടിലിൽ കീചകനെയും പ്രതീക്ഷിച്ചുകൊണ്ട് മൂടിപ്പുതച്ച് കിടന്നു. മാലിനിയുടെ അടുക്കൽ നിന്ന് ഗൃഹത്തിലെത്തിയ കീചകന് ഓരോ നിമിഷവും ഓരോ യുഗം പോലെയാണ് അനുഭവപ്പെട്ടത്. അവൻ ഒരു കണക്കിന് രാത്രിയാവുന്നതുവരെ കഴിച്ചുകൂട്ടി. എല്ലായിടത്തും എല്ലാവരും ഉറക്കമായപ്പോൾ നാടകപ്പുരയിലേക്ക് പുറപ്പെട്ടു. മൂടിയേറിയ വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധദ്രവ്യങ്ങളും പൂശി അഴകിയ രാവണന്റെ മട്ടിലായിരുന്നു പുറപ്പാട്. അവൻ നാടകപ്പുരയിൽ പ്രവേശിച്ചു. ഊരിട്ട് എങ്ങും നിറഞ്ഞു നിന്നിരുന്നു. എങ്കിലും കട്ടിലിൽ ആരോ മൂടിപ്പുതച്ച് കിടപ്പുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. മാലിനി ആയിരിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ കട്ടിലിൽ ചെന്നിരുന്ന് അതിനുമേൽ കിടന്ന അവളെ കുലുക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു: ഓമനെ, ഞാനിതാ വന്നിരിക്കുന്നു, എഴുന്നേൽക്കുക. ഭീമൻ ഒന്നും പറയാതെ കീചകനെ പിടിച്ച് തൻ്റെ കൂടെ കിടത്തി. മാലിനിയോട് ഒത്തുചേരുന്നു എന്നുള്ള ധാരണയിൽ സന്തോഷം കൊണ്ട് മതിമറന്ന് അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ കീചകൻ ഭീമനോട് ചേർന്ന് കിടന്നു. ഭീമൻ തൻ്റെ ബലിഷ്ഠമായ കൈകൾ കൊണ്ട് കീചകനെ ആലിംഗനം ചെയ്തു. എന്ത്, മാലിനിക്ക് ഇത്രയേറെ ശക്തി ഉണ്ടോ? അതോ ഇത് മാലിനി അല്ല എന്നുണ്ടോ? കീചകൻ ഇപ്രകാരം ചിന്തിച്ചപ്പോഴേക്കും ഭീമന്റെ ശക്തമായ കരങ്ങൾ കീചകനെ ചുറ്റിവരിഞ്ഞു. കീചകന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. തന്നെ പിടിച്ചിരിക്കുന്നത് മാലിനി അല്ല എന്നവന് മനസ്സിലായി. അവൻ സർവശക്തി ഉപയോഗിച്ച് ഭീമന്റെ പിടിയിൽ നിന്നും കുതറി എഴുന്നേറ്റു. അപ്പോഴേക്കും ഭീമനും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. തന്നെ പിടിച്ചവൻ ആരായാലും അവനെ വകവരുത്തണമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ കീചകൻ ഭീമനെ പിടികൂടി. ഭീമൻ കീചകനെയും കടന്നാക്രമിച്ചു. രണ്ടുപേരും കൂടി കൂരിരുട്ടിൽ ഭയങ്കരമായ യുദ്ധം നടത്തി. രണ്ടുപേരുടെ കയ്യിലും ആയുധങ്ങളൊന്നുമില്ല. ഇടിയും തൊഴിയും പിടിച്ച് ഞെരിക്കലും എന്ന വിധത്തിലാണ് ഇരുവരും പോരാടിയത്. കീചകൻ ശക്തനായിരുന്നുവെങ്കിലും ഭീമന്റെ ഭുജബല പരാക്രമത്തിൻ്റെ മുന്നിൽ അവൻ അശക്തനായിരുന്നു. അധിക സമയം അവന് ഭീമനുമായി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അല്പസമയത്തിനുള്ളിൽ അവൻ ക്ഷീണിതനായി. ആ തക്കം നോക്കി ഭീമൻ അവനെ പൊക്കിയെടുത്ത് നിലത്തേക്ക് ആഞ്ഞു കുത്തി. അവൻ്റെ എല്ലുകൾ പലതും ഒടിഞ്ഞ് ശരീരത്തിനകത്തേക്ക് തന്നെ കുത്തിക്കയറി. കീചകൻ അതോടെ യമലോകത്തേക്ക് യാത്രയായി. ഭീമൻ ഒന്നും അറിയാത്തവനെ പോലെ അടുക്കളയിലെത്തി പതിവ് സ്ഥലത്ത് കിടന്നുറക്കമായി.
ഭീമനും കീചകനുമായുള്ള മൽപ്പിടുത്തം പാഞ്ചാലി മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. കീചകൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ അവൾ നിസ്സീമമായ സന്തോഷത്തോടെ അന്തപുരത്തിലേക്ക് മടങ്ങി. പ്രഭാതത്തിൽ രാജ്ഞി ശയ്യാഗ്രഹത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഉടനെ തന്നെ കീചകനെ തൻ്റെ ഭർത്താക്കന്മാരായ ഗന്ധർവന്മാർ കൊന്നു എന്നുള്ള വിവരം അറിയിച്ചു. പരിഭ്രാന്തരായ രാജ്ഞിയും മറ്റു നാട്യശാലയിലേക്ക് ഓടി. അവിടെ കണ്ട ദാരുണമായ കാഴ്ച എല്ലാവരെയും ഞെട്ടിച്ചു. കീചകന്റെ കയ്യും കാലും ചില കഷ്ണങ്ങളായി ഒടിഞ്ഞിരിക്കുന്നു. തല ചതഞ്ഞ് അരഞ്ഞിട്ടുണ്ട്. വായിൽ കൂടിയും മൂക്കിൽ കൂടിയും ഒലിച്ചിറങ്ങിയ രക്തം തളം കെട്ടി കിടക്കുന്നു. ബീഭത്സമായ ആ ശരീരം കണ്ട രാജ്ഞി വാവിട്ട് നിലവിളിച്ചു. രാജദൂതന്മാർ ഉടനെ തന്നെ വിവരം രാജാവിനെ അറിയിച്ചു. അദ്ദേഹവും അത്യധികം പ്രസന്നിച്ചു. വിവരമറിഞ്ഞ് കീചകന്റെ ബന്ധുമിത്രാദികളെല്ലാം സ്ഥലത്തെത്തി. ശവസംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു. സന്ധ്യയായതോടുകൂടി ശവശരീരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി. അധികം അകലെയല്ലാതെ മാലിനി ഇതെല്ലാം കണ്ടും കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കീചകന്റെ ബന്ധുക്കളിൽ ചിലർ അവളെ കണ്ടു. ഇവൾ കാരണമാണല്ലോ കീചകൻ മരിച്ചത് എന്നോർത്തപ്പോൾ അവർക്ക് അവളോട് ഒടുങ്ങാത്ത പക തോന്നി. അവളെ കൂടി കീചകനൊപ്പം ചുടണമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. അവരുടെ അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചു. അവർ രാജാവിൻ്റെ സമ്മതം വാങ്ങി. രാജ്ഞിയും അതിന് അനുകൂലിച്ചു. മാലിനിയെ ഓടിച്ചിട്ട് പിടിച്ച് കീചകന്റെ ശവത്തോടൊപ്പം വെച്ച് കെട്ടി. അവളുടെ ദീനരോധനം ആരും കാര്യമായി എടുത്തില്ല. അവർ ശ്മശാനത്തിലേക്ക് പുറപ്പെട്ടു. അവർ പോയി കഴിഞ്ഞപ്പോഴാണ് ഭീമൻ വിവരം അറിഞ്ഞത്. അവൻ ശ്മശാനത്തിലേക്ക് കുതിച്ചു. അവർ ശ്മശാനത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഭീമൻ അവരെ തടഞ്ഞു നിർത്തി. അവിടെ കണ്ട ഒരു വലിയ മരം പിഴുതെടുത്ത് അവരെ ആക്രമിച്ചു. കീചകനെ കൊന്ന ഗന്ധർവനാണ് തങ്ങളെ ആക്രമിച്ചത് എന്ന് വിശ്വസിച്ച കീചകന്റെ ബന്ധുക്കൾ ഭീമന്റെ ആക്രമണത്തെ നേരിടാൻ കഴിയാതെ ശവശരീരം അവിടെ ഉപേക്ഷിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു. അതിനിടയ്ക്ക് അവരിൽ 105 പേരെ ഭീമൻ കാലപുരിക്ക് അയച്ചു കഴിഞ്ഞിരുന്നു. ശവമഞ്ചത്തിൽ കെട്ടപ്പെട്ടിരുന്ന പാഞ്ചാലിയുടെ കെട്ടുകളഴിച്ച് അവളെ മോചിപ്പിച്ചു. പാഞ്ചാലി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ മോചിപ്പിച്ച ഗന്ധർവേന്ദ്രൻ നന്ദി. ഭീമൻ അവളെ സാന്ത്വനപ്പെടുത്തി അരമനയിലേക്ക് അയച്ചു. കീചകന്റെ ബന്ധുമിത്രാദികളിൽ അനവധി പേരെ കൊന്നതുകൊണ്ട് ജനങ്ങൾ ഭയവിഹ്വലരായി. അവർ രാജാവിനെ സമീപിച്ച് പറഞ്ഞു, രാജാവേ, ഈ സൈരന്ധ്രിയെ ഇനിയും കൊട്ടാരത്തിൽ താമസിപ്പിക്കുന്നത് നന്നല്ല. അവളുടെ ഗന്ധർവ ഭർത്താക്കന്മാർ അതീവ ശക്തന്മാരാണ്. അവർ മൂലം നമ്മുടെ രാജ്യത്തിന് കൂടുതൽ ആപത്തുണ്ടാകും. പൊതുജനങ്ങൾ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് രാജാവിന് തോന്നി. മരിച്ചവരെ ദയിപ്പിച്ച് അവരുടെ അപരക്രിയകളൊക്കെ വേണ്ടവണ്ണം ചെയ്യുന്നതിന് ഏർപ്പാടാക്കിയിട്ട് രാജാവ് പത്നിയുടെ അടുത്തെത്തി. മാലിനിയെ ഉടൻ തന്നെ കൊട്ടാരത്തിൽ നിന്നും പുറത്തുവിടണമെന്ന് രാജ്ഞിക്ക് നിർദ്ദേശം കൊടുത്തു. തൻ്റെ സഹോദരൻ്റെ മരണത്തിനിടയാക്കിയ സൈരന്ധ്രിയെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കുന്നതിന് രാജ്ഞിക്ക് സമ്മതമായിരുന്നു. അവർ മാലിനിയെ വിളിപ്പിച്ചു. പാഞ്ചാലി ഭീമനോട് യാത്ര പറഞ്ഞ് കുളിച്ച് വസ്ത്രം മാറി രാജ്ഞിയുടെ മുമ്പാകെ എത്തി. രാജ്ഞി അവളോട് പറഞ്ഞു, മാലിനി, നിനക്ക് ഗന്ധർവബാധയുണ്ടെന്നറിഞ്ഞ് രാജാവ് ഭയപ്പെട്ടിരിക്കുകയാണ്. നീ ഇവിടെ താമസിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം. മാലിനി പറഞ്ഞു, പ്രിയപ്പെട്ട രാജ്ഞി, എൻ്റെ ഗന്ധർവ ഭർത്താക്കന്മാർ അകാരണമായി ആരെയും ഉപദ്രവിക്കുകയില്ല. അവർ വളരെ നല്ലവരാണ്. 13 ദിവസം കൂടി ഞാനിവിടെ താമസിക്കുന്നതിന് അനുവദിക്കുക. അത് കഴിയുമ്പോൾ അവർ ഇവിടെ വന്ന് എന്നെ കൊണ്ടുപോയിക്കൊള്ളും. അവർ രാജാവിനും രാജ്ഞിക്കും രാജ്യത്തിനും വേണ്ട വിധത്തിലുള്ള ശ്രേയസ് ഉണ്ടാക്കിത്തരും. ഞാൻ പറയുന്നത് സത്യമാണ്. എന്നെ പൂർണ്ണമായി വിശ്വസിക്കുക. രാജ്ഞി ഇത് കേട്ട് ഒന്നും പറഞ്ഞില്ല. പാഞ്ചാലി ഉടൻ തന്നെ കൊട്ടാരത്തിൽ നിന്നും പോകാൻ നിർബന്ധിച്ചുമില്ല. ഇനി കൗരവരുടെ ഗോഹരണം എന്ന അധ്യായമാണ്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.